ഈ അക്കാന്തോഡിയൻസ് പിന്നെ 3 ഡിവൈഡ് ആവുകയാണ്. വേണമെങ്കിൽ ക്ലാസ് എന്ന് പറയാം. ക്ലാസ് പ്ലാക്കോഡെംസ്, പിന്നെ കോൺട്രാക്ടൈസ്, ഓസ്റ്റിക്ടൈസ്. ഈ പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണിത്. പ്ലാക്കോഡെംസ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ബോണി ഫിഷ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് പെയർഡ് ആയിട്ടുള്ള ഫിൻസ് പ്രോപ്പറായിട്ട് ഡെവലപ്പായി അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, സ്കള്ളൊക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അവർക്ക് സ്ട്രോങ് ടെയിൽ വരുന്നുണ്ട്. പ്ലാക്കോഡെംസ് കൂടുതലും എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള ഫിഷസ് ആയിരുന്നു. പിന്നീട് വരുന്നതാണ് കോൺട്രാക്ടൈസ്, കാർട്ടിലേജസ് ഫിഷ്. പ്ലാക്കോഡെംസിന് ബോൺസും കാർട്ടിലേജും ഉണ്ടായിരുന്നെങ്കിൽ കോൺട്രാക്ടൈസ് ആയപ്പോൾ കൂടുതലും കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ എൻഡോസ്കെൽട്ടൺ അവർക്കുള്ളത്. ഇപ്പോൾ നമുക്ക് പരിചയമായിട്ടുള്ള ഷാർക്ക് പോലുള്ള ഓർഗാനിസംസ് എല്ലാം കാർട്ടിലേജസ് ഫിഷസ് ആണ്. അവരുടെ പ്രത്യേകത അവരുടെ മൗത്ത് കുറച്ച് വെൻട്രൽ സൈഡിൽ, ഇങ്ങനെയുള്ള വെൻട്രൽ സൈഡിൽ നിങ്ങൾക്ക് ഷാർക്കിൻ്റെ മൗത്ത് ആലോചിച്ചാൽ മനസ്സിലാവും. അവരുടെ സ്കെയിൽസിന് പ്രത്യേകത ഉണ്ട്, പുറമെ കവറായിരിക്കുന്ന സ്കെയിൽസിന് പ്രത്യേകത ഉണ്ട്. നമ്മുടെ ടീത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇനാമൽ കൊണ്ട് അതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് ടീത്ത് ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവരുടെ സ്കെയിൽസ് ഫോം ചെയ്തിരിക്കുന്നത്. കട്ടിയുള്ള സ്കെയിൽസാണ്, വളരെ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണത്. ഇങ്ങനെ ഉണ്ടായ കാർട്ടിലേജസ് ഫിഷസ് കൂടുതലും പ്രെഡേറ്റേഴ്സ് ആയിരുന്നു. പിന്നീട് വന്നതാണ് ഇപ്പോൾ നമ്മൾ വളരെയധികം കാണുന്ന ഓസ്റ്റിക്ടൈസ്, അതായത് ബോണി ഫിഷസ്. ശരീരത്തിൻ്റെ ബോൺ കൊണ്ടാണ് അവരുടെ ശരീരത്തിൻ്റെ എൻഡോസ്കെൽട്ടൺ ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന അയല, മത്തി എന്നൊക്കെ പറയുന്ന പോലെ പുഴമീനുകളും എല്ലാ നമ്മൾ വളർത്തുന്ന മീനുകളും അടക്കമുള്ളതെല്ലാം ബോണി ഫിഷസ് ആണ്. അവരുടെ മൗത്ത് ടെർമിനലാണ്, ഫ്രണ്ടിലാണ് മൗത്ത് വരുന്നത്. അവരുടെ സ്കെയിൽ ടീനോയിഡ് അല്ലെങ്കിൽ സൈക്ലോയിഡ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ കാണുന്ന ചെതുമ്പലായിട്ട് നമ്മൾ കളയുന്നത് അതേപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കെയിലുകളാണ്. ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അവർക്കുണ്ടായത്. കംപ്ലീറ്റ്ലി ബോണിയാണ് അവരുടെ ശരീരം. അപ്പോൾ ഈ രീതിയിലാണ് ഫൈനലി ഫിഷ് ഡെവലപ്പായി വന്ന് കണ്ടീഷൻ നിൽക്കുന്നത്. അപ്പോൾ എഗ്നാത്തൻസിൽ നിന്ന് ജോ ഇല്ലാത്ത കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്ത് ജോസ് ഉള്ള ബോൺ കൊണ്ടുണ്ടാക്കിയ കംപ്ലീറ്റ്ലി ഒരു ഫിഷായി മാറുകയാണ് ചെയ്തത്, വിത്ത് പ്രോപ്പർ ഫിൻസ് ആൻഡ് ടെയിൽസ്. ഇവിടെ നിന്നാണ് പിന്നെ റെപ്റ്റൈൽസും ബേർഡ്സും മാമൽസും ഒക്കെ ഡെവലപ്പ് ആവുന്നത്. ആ കാര്യങ്ങൾക്ക് അടുത്ത വീഡിയോ പറയാം. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.